വെൽക്കം ടു ട്രേഡ്. നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്തിടുന്നത് സപ്പോർട്ട് ഏരിയ ആണ്. ഈ ഒരു ലെവലിനെ സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഏരിയ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതും ഈ ലെവലിനെയാണ് മാർക്ക് ചെയ്തിടുന്നത്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വളരെ അടുത്തടുത്താണ് കിടക്കുന്നത്. അതായത് നല്ല രീതിയിൽ ഒരു കൺസോളേഷനിലാണ് മാർക്കറ്റ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് 1 അവറിൽ പോയിട്ട് പ്രധാനപ്പെട്ട എന്തെങ്കിലും മറ്റ് ഏരിയാസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. 1 അവറിലേക്ക് വരുന്ന സമയത്ത് മനസ്സിലാവുന്നത് മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു കൺസോളേഷൻ തന്നെയാണ്. നമ്മൾ ഓൾറെഡി ഇതിൽ പറഞ്ഞതാണ്. നോക്കിയാൽ കാണാം നല്ലൊരു മൊമെന്റ് മുകളിലോട്ട് തന്നു കഴിഞ്ഞ് പിന്നീട് ഒരു കണ്ടിന്യൂവേഷൻ തന്നിട്ടുണ്ടായിരുന്നു. കണ്ടിന്യൂവേഷൻ തന്നിട്ട് കുറച്ച് നേരം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു ഏരിയയിൽ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുകളിലോട്ടും താഴോട്ടേക്കും ഒരു നല്ലൊരു ബ്രേക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. എനിവേ 1 അവറിലേക്ക് നോക്കുന്ന സമയത്ത് പ്രധാനമായി കാണുന്ന ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ ഇവിടുന്ന് ഫോം ചെയ്തിട്ടുണ്ട്. ആ ട്രെൻഡ് ലൈൻ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ 1 അവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് നോക്കിയാൽ കാണാം. ഈ ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് താഴോട്ടേക്ക് പലതവണയും സപ്പോർട്ട് എടുത്ത് വന്നിരിക്കുന്നത്. ഇതൊരു സപ്ലൈ ഏരിയ ആണ്. അപ്പോൾ ഇത്രയാണ് 1 അവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് ഉള്ളത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലെവലിൽ ഒരു റെസിസ്റ്റൻസും കിട്ടുന്നുണ്ട്. രണ്ടിന്റെയും പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റെസിസ്റ്റൻസ് വന്നിരിക്കുന്നത് ഇവിടുന്ന് ഒരു FEG നിന്നാണ്. അതുപോലെ തന്നെ സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു സപ്പോർട്ട് ഏരിയയിൽ നിന്നാണ്. ഇങ്ങനത്തെ ഇതൊരു ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് താഴോട്ടേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ നല്ല അത്യാവശ്യം മോശമില്ലാത്തൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യും. നോക്കിയാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് നിന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ബൈ എൻട്രി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ബൈ കിട്ടുകയാണെങ്കിൽ ഏറെക്കുറെ ഈ ഒരു ലെവൽ വരെ നമുക്കൊരു ബൈ കിട്ടാവുന്നതാണ്. ഇനി അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ, അതായത് നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന സപ്പോർട്ട് ലെവലിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഈ ഒരു അയൺ ടൈം ഫ്രെയിമിന്റെ, അതായത് 1 ഡേയുടെ സപ്പോർട്ട് ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും ഈ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഈ ലെവലിൽ നിന്നിട്ട് റെസിസ്റ്റൻസ് എടുക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒന്ന് കുറച്ച് മുകളിലോട്ട് പോയിട്ട് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടായിരിക്കും വീണ്ടും ഒരു മൂവ്മെന്റ് മുകളിലോട്ട് കിട്ടാനുള്ള സാധ്യത കാണുന്നത്. അതും നോട്ട് ചെയ്ത് വെക്കുക. ഈ പറയുന്നതെല്ലാം ഇന്ന് തന്നെ സംഭവിക്കണമെന്നില്ല. കാരണം മാർക്കറ്റ് അവധിയാണ്. അപ്പം അതുകൊണ്ട് വലിയൊരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല. എന്തെങ്കിലും ന്യൂസിനെ ബേസ് ചെയ്തിട്ടോ മറ്റൊക്കെ ആയിരിക്കും വലിയ മൂവ്മെന്റുകൾ വരുന്നുണ്ടാവുക. അപ്പം അതുകൊണ്ട് ചെയ്ത് വെക്കുക. ട്രേഡ് എടുക്കുന്ന ആളുകൾ കൺഫർമേഷനോട് കൂടി തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.